Anywhere you go, anywhere you go, give it all. ലേക്ക് ലൈഡ ആൻഡ് ദീപ് സെല എന്നീ രണ്ടുപേർ കുത്തിയിരുന്ന് സംവിധാനം ചെയ്ത് 2024 ഇറക്കിയ ഒരു കംബോഡിയൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദി നൈറ്റ് കേഴ്സ് ഓഫ് റേത്രേ. റിയത്രേ അഥവാ റിയ എന്നൊരു അന്ധയായ മ്യൂസിക് ടീച്ചർ ഓർഫണേജിൽ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ എന്തുപറ്റി എന്നറിയില്ല, പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന 7 അനാഥ കുട്ടികളെ പിച്ചാത്തി എടുത്ത് ചറപറാന്ന് കുത്തി വളരെ കൊടൂരമായി കൊലപ്പെടുത്തി എന്ന് വാർത്ത ഒക്കെ പടരാൻ തുടങ്ങി. എന്തിനായിരിക്കും കൊന്നത്? ശരിക്കും അവിടെ എന്താണ് നടന്നത്? പിന്നീട് ആ ടീച്ചറും കൊല്ലപ്പെട്ട് ഒരു കൊടൂര പ്രേതമായി വന്ന് ആൾക്കാരുടെ കണ്ണ് പറിച്ചെടുക്കാൻ തുടങ്ങി. അതിനാൽ ആ ഓർഫണേജ് അടച്ചുപൂട്ടി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ ഓർഫണേജിലേക്ക് പോകുന്ന നായകനും നായികയ്ക്കും അവിടെ യഥാർത്ഥത്തിൽ നടന്ന കാര്യം, ആ രഹസ്യം എന്താണെന്ന് മനസ്സിലാവുകയാണ്. എന്തായിരിക്കും അവിടെ നടന്നത് എന്ന് മിസ്റ്ററി നിറഞ്ഞ ഈ ഒരു പ്രേതപ്പടം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വർഷം 1983 ഒരു ഓർഫണേജിൽ കണ്ണ് കാണാത്ത റേത്രേ എന്നൊരു ടീച്ചർ രാത്രി പിയാനോ വായിക്കുന്നത് കാണാം. അന്നേരം മുകളിൽ നിന്ന് എന്തോ ഒരു പാട്ട് പാടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് പതുക്കെ തപ്പിത്തടഞ്ഞു പോയി നോക്കുമ്പോൾ അവിടെ റേഡിയോയിൽ നിന്നായിരുന്നു ആ പാട്ട് കേട്ടത്. അങ്ങനെ റിയ ടീച്ചർ ആ റേഡിയോ ഓഫ് ചെയ്ത് ഏയ് വീച്ച, നീയാണോ പാട്ട് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയൊന്നും കിട്ടാത്തതിനാൽ നേരെ അവിടെ അനാഥ കുട്ടികളൊക്കെ കിടന്നിട്ടുള്ള റൂമിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ വിൻഡോ ഓപ്പണായി നിൽക്കുന്നത് കാണുകയും അവിടെ ചെന്ന് അത് ക്ലോസ് ചെയ്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ എന്തോ കാലിൽ തട്ടുകയാണ്. അത് എടുത്ത് നോക്കുമ്പോൾ അതൊരു കത്തി, അതിൽ രക്തക്കറ ഒക്കെ ഉണ്ട്. രക്തത്തിൻ്റെ മണം അടിച്ചപ്പോൾ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഭയന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ആ റൂമിലുള്ള 7 അനാഥ കുട്ടികളും കൊടൂരമായി കൊല്ലപ്പെട്ട് രക്തം ഒഴുകി കിടക്കുന്നത് കാണാം. അന്നേരം അവിടേക്ക് ആ വീച്ച എന്ന ലേഡിയും നിത എന്നൊരു പെൺകുട്ടിയും എത്തി നോക്കുമ്പോൾ അവിടെ റിയ ടീച്ചർ രക്തക്കറയുള്ള കത്തി പിടിച്ച് നിൽക്കുന്നത് കണ്ട് വീച്ച അവിടുന്ന് ഓടിപ്പോയി അവിടെയുള്ള നാട്ടുകാരോടൊക്കെ പോയി പറയുകയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നാട്ടുകാർ റിയ ടീച്ചറെ പിടിച്ചു കൊണ്ടുപോയി അവിടെ അടുത്ത് ഒരു കിണറുണ്ട്, ആ കിണറ്റിൻ്റെ മേലെ കെട്ടി നിർത്തി ടീച്ചറെ അവിടെ വെച്ച് തന്നെ കത്തിച്ച് കൊല്ലാൻ ട്രൈ ചെയ്യുകയാണ്. അതിനിടെ റിയ ടീച്ചർ ആണെങ്കിൽ ഞാൻ ഒരു കുട്ടിയെയും കൊന്നിട്ടില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അതൊന്നും നാട്ടുകാർ വിശ്വസിക്കുന്നതേ ഇല്ല. അങ്ങനെ ഒടുവിൽ ജനങ്ങളെല്ലാം ചേർന്ന് റിയ ടീച്ചറെ അവിടെ വെച്ച് പച്ചയ്ക്ക് തീ കൊളുത്തി കൊടൂരമായി കത്തിച്ച് കൊല്ലുകയും ചെയ്തു. ആ ബാക്കിയുണ്ടായിരുന്ന ബോഡിയൊക്കെ കയ്യിലെ കെട്ടഴിഞ്ഞ് നേരെ കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ സംഭവം ന്യൂസ്, മീഡിയ എല്ലാം വാർത്ത പടരുകയും ചെയ്തു. 1980കളിൽ നിർമ്മിച്ച ഓർഫണേജിൽ 8 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 7 കുട്ടികളെയും റിയ എന്ന മ്യൂസിക് ടീച്ചർ കൊടൂരമായി കുത്തി കൊലപ്പെടുത്തി. അതിനാൽ അവിടുത്തെ ജനങ്ങൾ റിയ ടീച്ചറെ കിണറ്റിനു മേലെ കെട്ടി നിർത്തി തീ കൊളുത്തി കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം ഓർഫണേജിൻ്റെ ചുറ്റിലും അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അതിനാൽ ജനങ്ങൾ പേടിച്ച് ആ ഓർഫണേജ് മൊത്തമായി ക്ലോസ് ചെയ്തു എന്നൊക്കെ വാർത്ത, ന്യൂസ്, ഡോക്യുമെൻ്ററി ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ആ ന്യൂസ് വീഡിയോസ്, കുറിപ്പുകൾ ഒക്കെ ഒരു പയ്യൻ റിസർച്ച് ചെയ്യുന്നത് കാണാം. ഇവനാണ് നായകൻ, പേര് പൈൻ. ആ ഓർഫണേജ് നവീകരിക്കാനുള്ള പദ്ധതിയിലാണ്. അന്നേരം അവിടേക്ക് പൈനിൻ്റെ അങ്കിൾ സോമു വന്നിട്ട്, എന്താ മോനെ, നീ ഇപ്പോഴും ഓർഫണേജിനെ കുറിച്ച് പഠിക്കുകയാണോ? ശരി, നീ ഓർഫണേജിലേക്ക് വാ, ഞാൻ പുതിയ ഡോക്ടറെ കൂട്ടി ഓർഫണേജിലേക്ക് വരാം എന്ന് പറഞ്ഞ് സോമു അങ്കിൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പൈൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഓർഫണേജ് ലക്ഷ്യമാക്കി പോവുകയാണ്. അതേപോലെ സോമു ആണെങ്കിൽ ഡോക്ടറിനെയും കൂട്ടി ഓർഫണേജിലേക്ക് യാത്ര തുടങ്ങി. ഈ ഡോക്ടറാണ് നമ്മുടെ നായിക, പേര് ഡാലിൻ. കൂടെ ഡാലിൻ്റെ അനിയത്തി നിക്കയും ഉണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് വെളുത്ത നിറത്തിലുള്ള ബലൂൺ കെട്ടി തൂക്കിയത് കണ്ടിട്ട്, സാർ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വെളുത്ത ബലൂണൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ മാഡം, ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റിയ എന്ന മ്യൂസിക് ടീച്ചർ 7 കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഓർമ്മ ദിവസമായി ആചരിക്കുന്നതിന് വേണ്ടിയാണ് ബലൂണൊക്കെ കെട്ടി ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് പൈനിൻ്റെ കാർ നിൽക്കുന്നത് കാണുകയാണ്. എന്ത് പറ്റിയെന്ന് അങ്കിൾ ചോദിക്കുമ്പോൾ കാറിൻ്റെ ടയർ പഞ്ചറായ കാര്യം പറയുകയാണ്. അന്നേരം അങ്കിൾ, എടാ, ഈ പുറകിലിരിക്കുന്നത് ഓർഫണേജിലേക്ക് വന്ന ഡോക്ടറാണ്. പിന്നെ മാഡം, ഇവൻ നമ്മുടെ ഓർഫണേജ് ശരിയാക്കാൻ
നന്നാക്കാൻ വന്ന എഞ്ചിനീയർ കൂടിയാണ് എന്നൊക്കെ സോമു അങ്കിൾ അവരെ രണ്ടുപേരെ പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്ത് ശേഷം എടാ ഞാൻ ഡോക്ടറെ ഓർഫനേജിൽ കൊണ്ടുവിട്ടിട്ട് നിന്നെ കൂട്ടാൻ വരാം, നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് അങ്കിൾ പോവുകയാണ്. അങ്ങനെ ഓർഫനേജ് എത്തിയപ്പോൾ അവിടെ പിസി എന്നൊരു പെൺകുട്ടി വന്ന് ഡാലിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഏയ് ഡാലിൻ, നീ വന്നല്ലോ, സമാധാനമായി, നിന്റെ അനിയത്തി നിക്ക ഒരുപാട് വളർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പിസി അവരെ ഓർഫനേജിന്റെ അകത്തേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. അന്നേരം അവിടേക്ക് പിസിയുടെ 2 മക്കൾ ട്രായും ഫീക്കും വരികയാണ്. കയ്യിൽ എന്തോ ഇരുമ്പ് ആയുധം പിടിച്ചിട്ടുണ്ട്. അത് പിടിച്ചു വാങ്ങിയിട്ട് എടാ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ കയ്യിലെടുത്ത് കളിക്കരുതെന്ന്. ശരി ദേ നോക്ക്, ഇവിടേക്ക് ഒരു ഡോക്ടർ ആൻറ്റി വന്നിട്ടുണ്ട്, അവരോട് ഹായ് പറ എന്ന് പറയുകയും അത് കേട്ട് 2 മക്കളും ഹായ് ഡോക്ടർ എന്ന് പറഞ്ഞ് 2 പേരും അവിടുന്ന് കളിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ അത് കണ്ട് ഞാനും അവരുടെ കൂടെ പോകട്ടെ ചേച്ചി എന്ന് ഡാലിയയോട് പറഞ്ഞ് നിക്കയും അവരുടെ പുറകെ കളിക്കാനായി പോവുകയാണ്. പുറത്ത് ട്രായും ഫീക്കും വട്ടം വരച്ച് കളിക്കുമ്പോൾ നിക്ക അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എന്താ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കുകയും അത് കേട്ട് അവളും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഇതേ നേരം പിസിക്ക് ട്രേയും ഫീക്കും അല്ലാതെ മൂന്നാമതായി ഗക്ലി എന്നൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവളിപ്പോൾ തുടക്കത്തിൽ റിയ എന്ന മ്യൂസിക് ടീച്ചറെ തീയിട്ട് കത്തിച്ചു കൊന്ന് ഒരു കിണറ്റിൽ ഇട്ടിരുന്നില്ലേ, ആ കിണറിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നിന്നിട്ടുള്ളത്. ഇപ്പോൾ അവൾക്ക് ആ കിണറ്റിൽ എന്തോ ഒരു കൊടൂര രൂപം കാണുകയും അത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് അവളുടെ അമ്മ പിസി വന്നിട്ട് എടേ നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്, അവരവിടെ കളിക്കുന്നുണ്ടല്ലോ, പോയി അവരുടെ കൂടെ കളിക്ക് എന്ന് പറഞ്ഞ് പകുതി തുറന്നിട്ടുള്ള ആ കിണർ ക്ലോസ് ചെയ്ത് അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ പൈനിനെ കാണാം. അവൻ ആ ഓർഫനേജിലെ ഓരോ റൂമിൻ്റെയും ഫോട്ടോസ് എടുത്ത് ചുമരിൽ ഒട്ടിച്ചു വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ റൂമിലെ ഓരോ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓർഫനേജിലെ എല്ലാ റൂമിൻ്റെയും ഫോട്ടോസ് അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ 7 കുട്ടികൾ മരിച്ചിരുന്നില്ലേ, ആ റൂമിൻ്റെ ഫോട്ടോ മാത്രം മിസ്സായിട്ടുണ്ട്. അത് എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് ഡാലിയയും അനിയത്തിയും നിക്കയും പിസിയുടെ മക്കളും ചേർന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിസിയുടെ മൂത്ത മകളായ ഗക്ലിക് മാത്രം ഒരുമാതിരി ഇരുന്നിട്ട് പുറത്തോട്ട് ബലൂൺ കെട്ടിവെച്ചത് ഒരുമാതിരി നോക്കുകയാണ്. അത് കണ്ട് അമ്മ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ബലൂൺ കാണാനില്ല. പിസിയുടെ 2 മക്കൾ അമ്മയോട് അമ്മേ ഞങ്ങൾ ഗക്ലിയുടെ കൂടെ കിടക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവൾ എപ്പോൾ നോക്കിയാലും പ്രേതത്തിനെ പിശാച്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാ, ഞങ്ങൾക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അന്നേരം അവിടേക്ക് പൈൻ വരികയാണ്. വന്നിട്ട് എല്ലാ കുട്ടികളോടും നല്ല കമ്പനി അടിച്ച് സംസാരിക്കുമ്പോൾ ഗക്ലി മാത്രം ഒരുമാതിരി ഗൗരവത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തലയാട്ടുകയാണ്. ശരി ദാ ഈ ബോക്സ് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു മ്യൂസിക് ബോക്സ് കൊടുക്കുകയാണ്. അത് ഓർഫനേജിൽ നിന്ന് കിട്ടിയ ഒരു പഴയ മ്യൂസിക് ബോക്സ് ആയിരുന്നു. ഗക്ലി അത് വാങ്ങി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും അതിമനോഹരമായ മ്യൂസിക് വരാൻ തുടങ്ങി. അത് കേട്ട് അവൾ ഇപ്പോൾ സന്തോഷിച്ച് ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് നേരെ മുന്നിലോട്ട് നോക്കുമ്പോൾ ദേ അവിടെ റിയ ടീച്ചറുടെ ആത്മാവിനെ ഇപ്പോൾ ഗക്ലിയുടെ കണ്ണിനും കാണാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം ഗക്ലി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉറക്കം വരാത്തതിനാൽ ജനാല വഴി പുറത്തുള്ള റിയ ടീച്ചർ മരിച്ചു വീണ ആ കിണറ്റിലേക്ക് തന്നെ ഒരുമാതിരി കുറുകുറുവെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോക്കി നിൽക്കുന്നത് അവളുടെ അമ്മ പിസി കാണുകയും എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ നമുക്ക് ഇവിടെ താമസിക്കുന്നത് വേണ്ട, ഈ സ്ഥലം വിട്ട് പോകാം, എനിക്കിവിടെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ നീ പേടിക്കുന്നത്, ഇവിടെ ഞാനുണ്ട്, നിന്റെ 2 അനിയന്മാരുണ്ട്, പിന്നെ പുതുതായി ഒരു ഫ്രണ്ടുകാരിയെ കൂടി നിനക്ക് കിട്ടിയില്ലേ, നീ പേടിക്കേണ്ട, വാ വന്ന് കിടന്നുറങ്ങ് എന്ന് പറയുകയാണ്. ശരി അമ്മേ ഞാൻ കിടന്നുറങ്ങാം, പക്ഷേ വീടിൻ്റെ ഡോർ ആരെങ്കിലും മുട്ടിയാൽ ഒരിക്കലും തുറക്കരുത് എന്ന് പറയുമ്പോൾ ശരി മോളെ ഞാൻ ഡോർ തുറക്കില്ല, നീ സമാധാനമായി കിടന്നു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പിസി അവിടുന്ന് പോവുകയാണ്. ഗക്ലിക്ക് ഉറക്കം വരാത്തതിനാൽ ആ മ്യൂസിക് ബോക്സ് എടുത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു സംശയം. മുൻപ് ഇതേപോലെ മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ അവൾക്ക് നേരെ ഓപ്പോസിറ്റായി ആ റിയ ടീച്ചറുടെ പ്രേതം കണ്ടിരുന്നില്ലേ, അതേപോലെ ഇപ്പോൾ പ്രേതത്തെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ജനാല വഴി പുറത്തോട്ട് നോക്കുമ്പോൾ നേരത്തെ മൂടിക്കിടന്നിരുന്ന ആ കിണർ ഇപ്പോൾ ഓപ്പണായി കാണുകയാണ്. അതായത് കിണറ്റിൽ നിന്നും പ്രേതം പുറത്തിറങ്ങി എന്നാണ് അർത്ഥം. ഇപ്പോൾ പിസിയാണെങ്കിൽ മക്കളെ എല്ലാം ഉറങ്ങാൻ കിടത്തി താഴോട്ട് വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ ഒരു ടാപ്പ് ഓപ്പൺ ആയത് കാണുകയാണ്. ഈ കുട്ടികളെ കൊണ്ട് തോറ്റു, ടാപ്പ് ഓപ്പൺ ചെയ്താൽ അടക്കാൻ പറ്റുന്നില്ലേ എന്ന് പിറുപിറുത്തോണ്ട് പൈപ്പ് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ദേ മുന്നിൽ ഒരു വെളുത്ത ബലൂൺ പറന്നുയരുന്നു. അത് ശ്രദ്ധിച്ച് കാര്യമാക്കിയെടുക്കാതെ
താഴെയുള്ള വെള്ളം തുടച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ആ ബലൂണിനെ കാണാനില്ല. പെട്ടെന്ന് വീടിൻ്റെ ഡോർ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുകയും അതാരാ ഈ സമയത്ത് ഡോർ തട്ടുന്നത് എന്നൊരു കൗതുകത്തോടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. എന്നാൽ ഒരു വെളുത്ത ബലൂൺ മാത്രം നിൽക്കുന്നത് കാണുകയും ഇതെങ്ങനെ ഇവിടെ വന്നു, കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബലൂൺ എടുത്ത് നേരെ വീടിനകത്ത് കൊണ്ടുപോയി TV ഉള്ള സ്ഥലത്ത് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് പോയി കിടന്നുറങ്ങാം എന്ന് കരുതുമ്പോൾ അവിടെ TV യിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നത് കാണുകയാണ്. അതും ആ റിയ എന്ന മ്യൂസിക് ടീച്ചർ ഇല്ലേ, ആ ടീച്ചർ ഓർഫനേജിലെ കുട്ടികൾക്ക് മ്യൂസിക് ക്ലാസ് എടുക്കുന്ന ആ വീഡിയോ ആണ് പ്ലേ ആവുന്നത്. അത് ഒരുമാതിരി കൗതുകത്തോടെ നോക്കി നിൽക്കെ പെട്ടെന്ന് റിയ ടീച്ചർ TV യിൽ മുൻപിൽ വന്ന് ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാൽ എന്നെ കൊടൂരമായി കൊന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു വശത്ത് ജനാലയിൽ കാറ്റടിക്കുന്നത് കണ്ട് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ റിയ ടീച്ചറുടെ പ്രേതാത്മാവിനെ കാണാം. അങ്ങനെ നോക്കി നിൽക്കവേ പ്രേതം കാറ്റായി മുന്നോട്ട് വന്ന് പെട്ടെന്ന് പിസിയുടെ കഴുത്തിലേക്ക് കർട്ടൻ ചുറ്റി വലിച്ച് ഒരൊറ്റ ഏറ് ആകെ അവശതയായി എങ്ങനെയൊക്കെയോ ആയി ഞരങ്ങി വീടിനകത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് പ്രേതം അവളെ പിടിച്ച് തൂക്കി നിർത്തിയിട്ട് പറ, എൻ്റെ പേര് പറ, റിയ എന്ന് എൻ്റെ പേര് പറ. അത് കേട്ട് പിസി പ്രേതത്തിൻ്റെ പേര് പറയുകയും പെട്ടെന്ന് പ്രേതം അവളുടെ ശരീരത്തിൽ കയറുകയും ചെയ്തു. ഇതേ നേരം ഉറങ്ങിക്കിടന്ന ഗക്ലിക്ക് എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ദേ റൂമിൻ്റെ ഡോർ തനിയെ ഓപ്പൺ ആകുന്നു. അത് കണ്ട് പതുക്കെ അവൾ അതിലൂടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ബലൂണൊക്കെ വീർപ്പിച്ച് അത് കൈകൊണ്ട് നൈസായിട്ട് തടവുമ്പോൾ ഒരു ശബ്ദം വരില്ലേ, ഒരു വൃത്തികെട്ട ശബ്ദം. ആ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ വശത്തേക്ക് പോയി നോക്കുമ്പോൾ ഹാളിൽ അവളുടെ അമ്മ കണ്ടതുപോലെ TV യിൽ ആ ടീച്ചറുടെ മ്യൂസിക് ക്ലാസ് നടക്കുന്നത് കാണുകയാണ്. TV യുടെ ഒരു വശത്ത് ഒരു ബലൂണും തൂങ്ങിക്കിടക്കുന്നത് കാണാം. അന്നേരം അവളുടെ അടുത്ത് എന്തോ ഒരു നിഴൽ പോലെ കാണുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവളുടെ അമ്മ ആയിരുന്നു. എന്നാൽ അമ്മയെ കണ്ട് അവൾ ഞെട്ടുകയാണ്. കാരണം നോക്കിയാൽ അമ്മയുടെ ശരീരത്തിൽ ആണല്ലോ റിയ ടീച്ചറുടെ ആത്മാവ് കയറിയിട്ടുള്ളത്. ഗക്ലിയെ നോക്കി നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ TV യിൽ കുട്ടികളും നമുക്കൊരു ഗെയിം കളിക്കാം എന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ പേടിച്ച് ഗക്ലി ഓടിപ്പോയി റൂമിലേക്ക് കയറാൻ നോക്കിയെങ്കിലും റൂമിൻ്റെ ഡോർ ക്ലോസ് ആണ്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം പ്രേതം പുറകെ വന്ന് അവളെ പിടികൂടി തൂക്കി നിർത്തി പറ, എൻ്റെ പേര് റിയ എന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കഴുത്തു ഞെരിഞ്ഞ് മരിക്കാനായ അവസ്ഥയിൽ അവൾ റിയ എന്ന് പറയുകയും ഇപ്പോൾ നോക്കിയാൽ പിസിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന റിയ ടീച്ചറുടെ ആത്മാവ് നേരെ ഗക്ലിയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡാലിൻ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പച്ചക്കറികളൊക്കെ വെട്ടിയരിഞ്ഞ് വിതറിക്കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അതേപോലെ പിസി ആണെങ്കിൽ തുണി അലക്കുന്ന പോലെ ഒരു വശത്ത് തിരിഞ്ഞ് ഇരുന്നിട്ടുണ്ട്. ഇതെന്താ കിച്ചണിൽ ഇങ്ങനെ വിതറിക്കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ആകെ വൃത്തികേടായിട്ടുണ്ടല്ലേ, പിന്നെ നിനക്ക് തന്നെ ക്ലീൻ ചെയ്താൽ എന്താ, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഞാൻ അലക്കിയ തുണി കൊണ്ടുപോയി അയലിൽ വിരിച്ചിട് എന്ന് പറയുകയാണ്. അത് കേട്ട് ഡാലിൻ ആണെങ്കിൽ ഞാൻ വന്നപ്പോൾ നല്ല സ്വീകരണം ആയിരുന്നല്ലോ, ഇപ്പോൾ ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് അലക്കിയ തുണിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് പിസി ഡാലിൻ്റെ തലയിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഡാലിൻ എങ്ങനെയൊക്കെയോ ആയി പിടഞ്ഞ് വെള്ളത്തിൽ നിന്ന് തലയെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് അവിടെ പിസി പച്ചക്കറി മുറിക്കുന്നതായിട്ടാണ് കാണുന്നത്. നടക്കുന്നതൊക്കെ എന്താണെന്ന് അറിയാതെ ഭയത്തോടെ അവൾ അടുത്ത് ചെന്ന് പിസി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പിസി ഡാലിൻ്റെ കഴുത്തിൽ പിടിച്ച് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തലമുക്കാൻ നോക്കുമ്പോൾ തന്നെ ഭാഗ്യത്തിന് അവിടേക്ക് ശബ്ദം കേട്ട് പൈൻ ഓടിയെത്തുകയും പിസിയെ തള്ളി മാറ്റി ഡാലിനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പിസി ആണെങ്കിൽ ഒരു കത്തിയെടുത്ത് പൈനിൻ്റെ കയ്യിലേക്ക് ഒരൊറ്റ കുത്ത്, എന്നിട്ടും വെറുതെ നിൽക്കാതെ വീണ്ടും അവരെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പൈൻ ഒരു വിധത്തിൽ പിസിയുടെ പുറകിൽ ചെന്ന് പിടികൂടി നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ പ്രേതം കൊടൂരമായി അലറി തൽക്കാലം ശരീരം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഡാലിൻ ഡോക്ടർ ആണല്ലോ, അതിനാൽ പൈനിൻ്റെ മുറിവിൽ മരുന്ന് വച്ച് കെട്ടി. അതേപോലെ പിസിക്ക് നല്ല പനി വരുന്നുണ്ട്, അതിനാൽ അവൾക്ക് ട്രിപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അന്നേരം അവിടേക്ക് സോമു അങ്കിൾ ഡാലിൻ പറഞ്ഞ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പിസി മാഡത്തിന് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വെറും പനി മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പൈനിനോട് നിനക്കെങ്ങനെയുണ്ടടാ, കൈ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്ത്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ പറയുകയാണ്. ശരി, പിന്നെ ഒരു കാര്യം, ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നീ ഒറ്റ ഒരുത്തൻ മാത്രമേ ആണായിട്ടുള്ളൂ, നീ വേണം എല്ലാവരുടെ കാര്യം സംരക്ഷിച്ചു നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേർ നടന്ന് താഴോട്ട് പോവുകയാണ്. അന്നേരം പിസിയുടെ 3 മക്കളും അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. കൂടെ ഡാലിൻ്റെ സിസ്റ്റർ നിക്കയും ഉണ്ട്. അമ്മയെ വിളിച്ചെങ്കിലും പിസി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്നാൽ നിക്കയ്ക്ക് മാത്രം കണ്ണാടി വഴി നോക്കുമ്പോൾ പിസി അവിടെ ഇരുന്നത് പോലെയാണ് കാണുന്നത്. ഭയത്തോടെ തിരിഞ്ഞ് കട്ടിലിൽ നോക്കുമ്പോൾ ഇപ്പോൾ പിസിയെ കാണാനും
ഇല്ല. നിക്ക ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പിസി വന്ന് ഒരൊറ്റ അലറൽ. നിക്ക ഞെട്ടി അലറുന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. എന്ത് പറ്റി, എന്തിനാ അലറിയത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഗക്ലി നല്ല ഉറക്കത്തിലാണ്. അവിടെ ഡാലിൻ എത്തി അവളെ വിളിക്കാം എന്ന് നോക്കുമ്പോൾ അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഉറങ്ങുന്നതായിരിക്കും, വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് വേണ്ട എന്ന് കരുതി വിളിക്കാതെ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഗക്ലി എഴുന്നേറ്റ് ഇരിക്കുകയാണ്. നീ ഉറങ്ങുകയായിരുന്നില്ലേ? ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ. എല്ലാവരും താഴെ ഡിന്നർ കഴിക്കാൻ വെയിറ്റ് ചെയ്യുകയാ, വാ വന്ന് കഴിച്ചിട്ട് കിടക്ക് എന്ന് പറഞ്ഞ് ഡാലിൻ പോവുകയും ശേഷം ഗക്ലി ആണെങ്കിൽ ജനാല വഴി പതുക്കെ നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ പ്രേതവുമില്ല. കിണറാണെങ്കിൽ മൂടിയ നിലയിൽ ആണുള്ളത്. അതിനാൽ സമാധാനിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ റൂമിലുള്ള ലൈറ്റ് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ഭയം വരികയും എന്നാൽ ചിലപ്പോൾ അത് ലൂസ് കണക്ഷൻ ആയിരിക്കാം, ഞാൻ ഓവറായിട്ട് പേടിക്കുന്നതാണ് എന്ന് കരുതി പോവുകയാണ്. നോക്കിയാൽ അവളുടെ റൂമിൽ തന്നെയാണ് റിയ ടീച്ചറിൻ്റെ പ്രേതാത്മാവ് ഉള്ളത്. ഇതേ നേരം പൈനാണെങ്കിൽ റൂമിൽ എന്തൊക്കെയോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അങ്കിൾ വന്ന് നോക്കുമ്പോൾ പൈൻ അവിടെ റിയ ടീച്ചറിൻ്റെയും വീച്ച എന്ന ലേഡിയുടെ ഫോട്ടോയും ഒരുമിച്ച് ഉള്ളത് അവിടെ ഒട്ടിച്ചു വെക്കുന്നത് കാണുകയാണ്. എടാ, നീ ഇതൊക്കെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്? നീ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ റിയ ടീച്ചർ 7 പേരെ കൊന്നു എന്ന് വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്കതിൽ ഒരു സംശയമുണ്ട്. കാരണം 7 പേരെ ഒക്കെ ഒരു ദിവസം കണ്ണ് കാണാത്ത ഒരു ടീച്ചർ എങ്ങനെയാ കൊന്നിട്ടുണ്ടാവുക? എനിക്ക് ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ എടാ, ആ കണ്ണ് കാണാത്ത റിയ ടീച്ചറെ കുറിച്ച് എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല. എന്നാൽ അവളുടെ അടുത്തുള്ള വീച്ച എന്ന ലേഡിയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയാം. അവൾ അവളുടെ കുട്ടിയെ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, സ്വന്തം കുഞ്ഞിനെ കൊന്നു ജയിലിൽ വരെ പോയിട്ടുണ്ട്. അക്കാര്യം എനിക്കറിയാം. വേറെ ഒരു കാര്യവും എനിക്കറിയില്ല. പിന്നെ നീ ഇവിടെ വന്നത് ഈ ഓർഫനേജ് നവീകരിച്ച് കൊടുക്കാൻ അല്ലേ? വന്ന കാര്യം ചെയ്തിട്ട് പൈസ വാങ്ങിയിട്ട് പോയിക്കോ. വേറെ കാര്യം ഒന്നും ചിന്തിക്കേണ്ട, വേണ്ടാത്ത കാര്യത്തിൽ തലയിട്ട് ജീവിതം കളയണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ അവിടുന്ന് പോവുകയാണ്. ഇതേ നേരം ഡാലിൻ ആണെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങിയോ എന്ന് പോയി നോക്കുമ്പോൾ അവിടെ ജനാല ഓപ്പൺ ആയത് കാണുകയും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ ദേ താഴെ കിണറിന്റെ അടുത്ത് ബലൂൺ പിടിച്ച് റിയ ടീച്ചറിന്റെ പ്രേതം നിൽക്കുന്നു. അത് കണ്ടു ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഗക്ലി ഉണർന്നിരുന്ന് നിങ്ങളും അത് കണ്ടല്ലേ? നിങ്ങളുടെ കണ്ണിനും അതിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ പ്രേതത്തിനെ കാണാനില്ല. വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഗക്ലി ആണെങ്കിൽ പുതച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ ഡാലിൻ മുകളിൽ നിന്നും താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ പൈൻ റിസർച്ചിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. അന്നേരം അവിടെ എത്തിയ ഡാലിൻ റിയ ടീച്ചറിന്റെ ഫോട്ടോ കണ്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതാരാണെന്ന് അറിയില്ലേ? ഇതാണ് പല വർഷങ്ങൾക്ക് മുൻപ് ഈ ഓർഫനേജിൽ ഉണ്ടായിരുന്ന 7 അനാഥ കുട്ടികളെ കൊലപ്പെടുത്തിയ റിയ എന്ന മ്യൂസിക് ടീച്ചറാണ്. അതിനാലാണ് ഇത്രയും വർഷം തുറക്കാതെ ഓർഫനേജ് ക്ലോസ് ചെയ്തു വെച്ചത്. അത് കേട്ട് ഡാലിൻ ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പിസിയുടെ റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയും നേരെ അവിടെ പോയി നോക്കുമ്പോൾ പിസി ആണെങ്കിൽ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവളുടെ മുഖത്ത് എന്തോ പോകുന്നതായി കാണുകയും ടോർച്ചടിച്ച് കണ്ണൊക്കെ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഡാലിനെ ഒരൊറ്റ നോട്ടം. അത് കണ്ട് ഡാലിൻ ഞെട്ടി നിൽക്കുകയാണ്. അതേപോലെ പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരൊറ്റ പിടി. ആകെ പേടിച്ച് ഡാലിൻ പിസിയുടെ കൈ തട്ടിമാറ്റി നിലത്ത് വീണ് നോക്കുമ്പോൾ പിസി എഴുന്നേറ്റ് ഗൗരവത്തിൽ ഇരിക്കുന്നത് കാണുകയാണ്. ഏയ് പിസി, നീ എന്നെ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുമ്പോൾ നോക്കിയാൽ ദേ ഒരു വശത്ത് ആ ടീച്ചറുടെ പ്രേതം നിൽക്കുന്നു. അന്നേരം പിസിയുടെ കണ്ണ് വൈറ്റ് കളറായി മാറുകയും പെട്ടെന്ന് ഓടിപ്പോയി ഡാലിൻ്റെ കഴുത്ത് പിടിച്ച് കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. എന്നാൽ അവിടേക്ക് പൈൻ ഓടിയെത്തി പിസിയെ തള്ളി മാറ്റി ഡാലിനെ രക്ഷിച്ച ശേഷം പിസിയെ നോക്കുമ്പോൾ അവൾ കാറ്റത്ത് പറന്നു നിൽക്കുകയാണ്. പിസിയെ രക്ഷിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലമാര പൈനിൻ്റെ കാലിലേക്ക് വീഴുകയും അവന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാവുകയാണ്. പൈനിനെ ഡാലിൻ വലിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ പ്രേതം പിസിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയും ചെയ്തു. അന്നേരം പിസി പറയുന്നു നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ ഈ സ്ഥലത്തേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് പിസിയെ പ്രേതം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വലിച്ചു കൊണ്ടുപോയി നേരെ അവിടെയുള്ള ഒരു പിയാനോയുടെ മുകളിൽ നിർത്തിയിട്ട് പ്രേതം പിയാനോ വായിക്കാൻ തുടങ്ങി. പിയാനോ വായിച്ച് ഒരൊറ്റ അലറൽ. അതോടെ പിസി പിയാനോയുടെ മേലെ ഒരൊറ്റ വീഴ്ച. പിയാനോ ഉടഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ടും പ്രേതം അവളെ
പിടിവിടാതെ വലിച്ചു നേരെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പുറകിലൂടെ പൈനും ഡാലിനും ഓടിപ്പോയി നോക്കുമ്പോൾ പ്രേതം പിസിയുടെ ഒരു മകനെ പിസിയുടെ ശരീരത്തിലുള്ള പ്രേതം പിടിച്ചു നിർത്തി അവൻ്റെ കഴുത്തിൽ കത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. വേണ്ട, അവനെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കെ ആ ഒരു ഗ്യാപ്പിൽ ഒരു നിമിഷം പിസി പ്രേതത്തിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുമാറുകയും പ്ലീസ് ഇവനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മകനെ ഒന്നും ചെയ്യരുത്, പകരം എൻ്റെ ജീവൻ എടുത്തോ എന്ന് പ്രേതത്തോട് അപേക്ഷിച്ച് നിന്ന് അവസാനം എന്നോട് എല്ലാവരും ക്ഷമിക്കണേ മക്കളെ എന്ന് എല്ലാവരോടും പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം പിസിയെ കാറ്റിൽ പറത്തി നിർത്തി ഒടുവിൽ ആ കെട്ടിടത്തിൻ്റെ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിസിയുടെ ബോഡി ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് കണ്ട് പിസിയുടെ മക്കൾ സങ്കടപ്പെട്ട് കരയുമ്പോൾ മക്കളെ നിങ്ങൾ കരയരുത്, നിങ്ങൾക്ക് ഇനി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പൈനും ഡാലിനും അവരെ സമാധാനപ്പെടുത്തുകയാണ്. അതിൽ പിസിയുടെ മൂത്ത മകളായ ഗക്ലി ആണെങ്കിൽ വിഷമത്തിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതേ ഇല്ല. ബെഡിൽ കിടന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ മ്യൂസിക് ബോക്സിലെ മ്യൂസിക് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നിട്ട് അമ്മ വേദനയോടെ കരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, നിങ്ങൾക്കാർക്കും കാണാനും കേൾക്കാനും പറ്റാത്ത അമാനുഷികമായ കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറയുകയാണ്. ഇതേ നേരം പിസിയുടെ ബാക്കി രണ്ടു മക്കൾ ട്രായും ഫീക്കും അമ്മ മരിച്ച വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഡാലിൻ്റെ സിസ്റ്റർ നിക്ക ചെന്ന് നിങ്ങൾ എന്തിനാ കരയുന്നത്, മരിച്ചു പോയത് നിങ്ങളുടെ സ്വന്തം അമ്മ അല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയാം, എന്നാൽ ഞങ്ങൾ ജനിച്ചത് മുതൽ ഞങ്ങളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ പിസിയാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറയുകയാണ്. ഇപ്പോൾ നിക്കയ്ക്ക് അവിടെ ഒരു കൂടാരത്തിൻ്റെ മുകളിലൂടെ ഒരു വെളുത്ത ബലൂൺ പറന്നു പോകുന്നത് കാണുകയും അത് കണ്ട് അവൾക്ക് ഇഷ്ടം തോന്നി അതിൻ്റെ പുറകെ പോയി വലിഞ്ഞു കയറി ബലൂൺ പിടിക്കാൻ നോക്കുമ്പോൾ സ്ലിപ്പായി ആ കൂടാരത്തിലേക്ക് ഒരൊറ്റ വീഴ്ച. തൻ്റെ തെറിച്ചു പോയ കണ്ണാട എടുത്തു വച്ച് മേലോട്ട് നോക്കുമ്പോൾ ട്രായും ഫീക്കും എത്തി നോക്കി ഏയ് നിക്ക, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പേടിക്കേണ്ട, അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ ആൾക്കാരെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോവുകയാണ്. നിക്ക ആണെങ്കിൽ അവിടെ ചുറ്റിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത വസ്ത്രം ആണിക്കൊണ്ട് തറപ്പിച്ചു വെച്ചത് കാണുകയാണ്. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് ആ ഡോറിൽ ആരോ തട്ടാൻ തുടങ്ങി. ആകെ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ബലൂൺ ഒരൊറ്റ പൊട്ടൽ, അതിൽ നിന്ന് രക്തമൊക്കെ അവളുടെ മുഖത്തേക്ക് തെറിക്കുകയാണ്. ആകെ ഭയന്ന് നിക്ക അലറിക്കരഞ്ഞ് ഒച്ച വെക്കുമ്പോൾ അന്നേരം അവിടേക്ക് പൈൻ എത്തുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അന്നേരം അകത്തേക്ക് മറ്റൊരു സൈഡിലൂടെ ഒരു ഡോറുണ്ട്. അത് തുറന്ന് ഡാലിനും ബാക്കിയുള്ളവരൊക്കെ വന്ന് നീ എന്തിനാ എന്ത് കണ്ടാ പേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ വസ്ത്രം തറപ്പിച്ച ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കണ്ട് ആകെ കൗതുകം തോന്നി ഡാലിൻ അതിൻ്റെ അടുത്തേക്ക് പതുക്കെ പോകുമ്പോൾ അവളുടെ കാലിൽ ഒരു ആണി തടയുകയാണ്. ആ ആണി എടുത്തു നോക്കുമ്പോൾ ആ ആണിയും ആ തൂണിൽ അടിച്ചിരിക്കുന്ന ആണിയും ഒരുപോലെയാണ് ഉള്ളത്. അതേപോലെ അവിടെ ഒരു ബോക്സ് കാണുകയും ആ ബോക്സിൽ ഒരുപാട് കാസറ്റുകൾ ഉണ്ട്. അത് എടുത്ത് ഇപ്പോൾ ഓരോന്നായി പ്ലേ ചെയ്യുമ്പോൾ അന്ന് ഓർഫണേജിൽ റിയ ടീച്ചർ 7 പേരെ കൊന്നു എന്നല്ലേ പറഞ്ഞത്, 8ാമതായി നിത എന്നൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ റിയ ടീച്ചറുടെ ആത്മാവ് കയറി കൊടൂരപ്പെടുത്തുമായിരുന്നു. അതിനാൽ ഗ്രാമവാസികൾ നിതയെ ഒരു കട്ടിലിൽ കിടത്തി നേരെ കൂടാരത്തിൽ കൊണ്ടുപോയി അവിടെ റിയ ടീച്ചറുടെ വസ്ത്രം ഡോറിൽ ആണിയടിച്ച് തൂക്കുകയായിരുന്നു. അതിനാൽ നിതയുടെ ശരീരത്തിലെ പ്രേതാത്മാവ് തൽക്കാലം ശാന്തമാവുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ശരീരത്തിലേക്ക് പ്രേതാത്മാവ് കയറിക്കൂടുകയും വ്യത്യസ്തമായ കൊടൂരമായ കാര്യങ്ങളൊക്കെ നിതയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെ കൊടൂരമായി കൊന്നിട്ടൊക്കെയുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ കൂടാരത്തിലേക്ക് നിത ഓടി വരാറൊക്കെയുണ്ട്. അന്നേരം നീ എന്താണ് ഇവിടെ ചെയ്യുന്നേ, വാ ഓർഫണേജിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിത ഒരു കത്തിയെടുത്ത് അവളുടെ സ്വന്തം വായി തന്നെ കീറി മുറിച്ച് നിൽക്കുകയാണ്. അതേപോലെ പ്രേതം അവളോട് അവളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനായി ആവശ്യപ്പെടുകയും അവൾ സ്വന്തം കണ്ണ് കുത്തിയെടുക്കുകയും ചെയ്തു. ഇതേ നേരം ഗക്ലിയെ കാണാം, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ മുൻപിൽ ദേ ആ വെളുത്ത ബലൂൺ. അടുത്തു പോയി നോക്കുമ്പോൾ അതിൽ ഒരു കുറിപ്പ് ഉണ്ട്. അതിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എന്നിൽ ഇല്ലാത്ത ഒരു കാര്യം എനിക്ക് വേണം എന്ന് എഴുതിയിട്ടുണ്ട്. അതും നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ആ ബലൂൺ പതുക്കെ അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങി. അവളും അതിൻ്റെ പുറകെ പോയി നോക്കുമ്പോൾ അവിടെ മറ്റൊരു ബലൂണിൽ മറ്റൊരു കുറിപ്പ് കൂടിയുണ്ട്. അതിൽ എന്നിൽ ഇല്ലാത്ത ഒരു കാര്യം നിന്നിലുണ്ട്, അത് എന്താണ് എന്നൊരു ചോദ്യമാണ് ആ കുറിപ്പിൽ ഉള്ളത്. നിന്നിലില്ലാത്തത് എന്നിൽ എന്താണ് ഉള്ളത് എന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ആ കൂടാരത്തിൻ്റെ അടുത്ത് ഒരു ബലൂൺ തിളങ്ങി നിൽക്കുന്നത് കാണുകയാണ്. മെല്ലെ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ദേ മേലെ ഒരുപാട് വെളുത്ത ബലൂൺ പറന്നു നിൽക്കുന്നു. അതേപോലെ നേരെ ഓപ്പോസിറ്റായി റിയ ടീച്ചറുടെ പ്രേതവും നിന്നിട്ടുണ്ട്. പ്രേതം ഗക്ലിയോട് ഞാൻ ചോദിച്ചതല്ലേ എന്നിൽ ഇല്ലാത്തത് നിന്നിലുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിച്ചോ. അത് കേട്ട്
ഗെക്ലി ആണെങ്കിൽ ഒന്നും പറയാൻ കിട്ടാതെ വീണ്ടും വീണ്ടും ആ കുറിപ്പ് വായിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. റിയ ടീച്ചർക്ക് കണ്ണ് കാണില്ലല്ലോ, അതിനാൽ ടീച്ചർ ആവശ്യപ്പെടുന്നത് എൻ്റെ കണ്ണായിരിക്കും എന്ന് മനസ്സിലാക്കി ആകെ പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ആകെ ഭയന്ന് അവൾ അലറുന്ന ശബ്ദം കേട്ട് പൈനും ഡാലിനും നേരെ ഓടി ആ കൂടാരത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും നോക്കിയാൽ ഇപ്പോൾ ഗെക്ലി അനങ്ങാണ്ട് പ്രേതത്തെ പോലെ നിന്നിട്ടുണ്ട്. ഏയ് ഗെക്ലി, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ പ്രേതം എൻ്റെ റൂമിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടി ഓരോ ഭാഗത്തേക്ക് നോക്കി അവളെ തിരഞ്ഞെങ്കിലും കണ്ടില്ല. അങ്ങനെ ഒരു വശത്ത് നോക്കുമ്പോൾ അവിടെ പടിക്കെട്ടിൽ ഗെക്ലി ഇരുന്നിട്ടുണ്ട്. പെട്ടെന്ന് അവൾ ഡാലിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അന്നേരം പൈൻ വന്ന് അവളെ തിരിച്ചടിച്ച് ഡാലിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഗെക്ലി ആണെങ്കിൽ അവിടെയുള്ള ഒരു ചുറ്റിക എടുത്ത് വീണ്ടും ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും ശ്രമിച്ചിട്ടും ഗെക്ലിയുടെ ശരീരത്തിൽ പ്രേതാത്മാവുള്ളതുകൊണ്ട് തടുത്തു നിർത്താൻ പറ്റുന്നില്ല. ഗെക്ലിയുടെ ശരീരത്തിലെ പ്രേതാത്മാവ് എത്രത്തോളം വയലൻ്റായി വരുന്നോ അതേപോലെ അവിടെ ആണിയടിച്ച് വച്ചിരിക്കുന്ന വസ്ത്രത്തിലെ ആണി ഓരോന്നായി ഇളകി വീഴാനും തുടങ്ങി. ആ കാര്യം ശ്രദ്ധിച്ച ഡാലിൻ ഉടനെ ഒരു ആണിയെടുത്ത് ആ വസ്ത്രത്തിൽ തന്നെ തിരിച്ച് ആഞ്ഞു കുത്തിയപ്പോൾ ഗെക്ലി വേദനിച്ച് അലറി നിലത്ത് വീണ് പിടയുകയും അങ്ങനെ അവളുടെ ശരീരത്തിലെ റിയ ടീച്ചറുടെ ആത്മാവ് തൽക്കാലം പോവുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം പൈന് ഡാലിനോട് എടി, റിയ ടീച്ചറിൻ്റെ കഥയിൽ ശരിക്കും സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ടീച്ചറിൻ്റെ ആത്മാവിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. അതിന് ആദ്യം നമ്മൾ ആ വീഡിയോയിൽ കണ്ട 8ാമത്തെ പെൺകുട്ടിയെ നിതയെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വീഡിയോ എടുത്ത റിപ്പോർട്ടറിനെ കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ഇവിടെ ഗെക്ലിക്ക് കാവൽ ഇരിക്ക്, നീ കൂടി വന്നാൽ ശരിയാവില്ല, ഞാൻ തനിയെ പോയി എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാമെന്ന് പറഞ്ഞ് പോയി കാർ എടുക്കാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാവുന്നില്ല. അന്നേരം അവിടേക്ക് സോമു അങ്കിൾ വന്ന് എന്താടാ നിന്റെ വണ്ടി പിന്നെയും പണി തന്നോ, എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ആ റിയ ടീച്ചറിൻ്റെ ഡോക്യുമെൻ്ററി എടുത്ത റിപ്പോർട്ടറിനെ കാണണം എന്ന് പറയുമ്പോൾ ശരി ഞാനും അതുവഴിയാ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോയി അയാളെ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോസും ഫയൽസും എല്ലാം എടുത്ത് റിപ്പോർട്ടറിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. റിപ്പോർട്ടറിനെ കാണുമ്പോൾ ഇവർക്കൊരു ഷോക്ക്. എന്തെന്നാൽ റിപ്പോർട്ടറിൻ്റെ കണ്ണും കാണാനില്ല, അതേപോലെ റിപ്പോർട്ടർ വളർത്തുന്ന അനാഥക്കുട്ടിയായ നിതയുടെ കണ്ണും കാണാനില്ല. അന്നേരം പൈൻ നിതയോട് ശരിക്കും ആ 7 അനാഥ കുട്ടികളെ കൊന്നത് ആരാണ്, റിയ ടീച്ചർ തന്നെയാണോ അതോ അവിടെ ഉണ്ടായിരുന്ന ആ വീച്ച എന്ന ലേഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അവൾ പോയ ശേഷം പൈൻ റിപ്പോർട്ടറിനോട് നിങ്ങളുടെ 2 പേരുടെയും കണ്ണിന് എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം റിയ ടീച്ചർ ആണ്. റിയ ടീച്ചർ കണ്ണില്ലാതെ കഷ്ടപ്പെട്ട് എങ്ങനെയാണോ അത്രയും കാലം ജീവിച്ചതോ അതേപോലെ ബാക്കിയുള്ളവരും കണ്ണില്ലാതെ ജീവിക്കണം എന്നാണ് റിയ ടീച്ചറിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൾ ഓരോരുത്തർക്കും ഇങ്ങനെ ശാപം കൊടുക്കുന്നത് എന്ന് പറയുകയാണ്. ആ ശാപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ശരിക്കും ആ 7 കുട്ടികളെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് റിയ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കണം. അത് കേട്ട് ശരിക്കും ആരാണ് ആ 7 പേരെ കൊന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ആരെയും സംശയമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിച്ചു വിളിച്ച് 1 മിനിറ്റ്, ഞാൻ ആ ഓർഫനേജിൽ ഉള്ളപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിച്ച് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഓർഫനേജിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത്, അതുകൊണ്ട് ഇയാളിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും, ഈ ഫോട്ടോ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോയും വാങ്ങി തിരിച്ച് ഓർഫനേജിലേക്ക് പോകാൻ തുടങ്ങി. ഇതേ നേരം ഓർഫനേജിൽ ഗെക്ലിയെ കാണാം. അവളുടെ ശരീരം തുടിക്കാൻ തുടങ്ങി. അതായത് റിയ ടീച്ചറുടെ പ്രേതം ഇപ്പോൾ അവളുടെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഡാലിൻ ഭക്ഷണവുമായി വരുമ്പോൾ അവിടെ ഗെക്ലി തിരിഞ്ഞ് ഇരിക്കുന്നത് കാണുകയാണ്. ഗെക്ലി എന്തു പറ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗെക്ലി തിരിഞ്ഞു നിന്ന് ഒരൊറ്റ അലറൽ. ആ അലർച്ചയിൽ അവിടെയുള്ള കട്ടിൽ ഒക്കെ പറന്നുപോയി ഡാലിൻ്റെ നേർക്ക് വീഴുകയും ഡാലിൻ്റെ കഥ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അലർച്ച കേട്ട് താഴെയുള്ള കുട്ടികൾ എന്തു പറ്റിയെന്ന് നോക്കാൻ മുകളിലേക്ക് കയറി വന്ന് നോക്കുകയാണ്. എന്നാൽ നിക്ക മാത്രം താഴെയാണുള്ളത്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആരോ ഉള്ളതായി തോന്നുകയും ടോർച്ചടിച്ച് നോക്കുമ്പോൾ അത് ഗെക്ലിയായിരുന്നു. അവൾ പ്രേതത്തെ പോലെ നിൽക്കുന്നത് കണ്ട് പേടിച്ച് നിക്ക അവിടുന്ന് ഓടിപ്പോയി മറ്റൊരു റൂമിൽ ഒളിച്ചു നിൽക്കുമ്പോൾ അവിടെയുള്ള ഡോറിലൂടെ വെളിച്ചം കാണുന്നിടത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിലൂടെ പ്രേതത്തിന്റെ നിഴൽ വന്നു പോകുന്നത് കാണുകയാണ്. അവൾ പോയി എന്ന് സമാധാനിച്ച് പതുക്കെ ഡോർ തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഗെക്ലി വന്ന് നിക്കയുടെ കഴുത്ത് പിടിച്ച് തൂക്കി നിർത്തുകയാണ്. മുകളിൽ ഡാലിൻ മരിച്ചിട്ടില്ല. മുകളിൽ എത്തിയ 2 പേരെ കണ്ടപ്പോൾ
എൻ്റെ അനിയത്തി നിക്ക എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അവൾ താഴെയാ ഉള്ളത് എന്ന് പറയുകയാണ്. ശരി, നിങ്ങൾ എവിടെയും പോകേണ്ട, ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് ഡാലിൻ താഴെ പോയി നോക്കിയെങ്കിലും നിക്കയെ കാണാനില്ല. അതിനാൽ നേരെ ആ കൂടാരത്തിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഓപ്പോസിറ്റായി ഗക്ലി വന്നു നിൽക്കുകയാണ്. അവൾ പെട്ടെന്ന് ഡാലിൻ്റെ കഴുത്തിൽ പിടിച്ച് വിടമാട്ടേൻ, ആരെയും വിടമാട്ടേൻ, എല്ലാവരെയും പിടിച്ച് കണ്ണ് ചുഴ്ന്നെടുക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആ ഒരു പോരാട്ടത്തിനിടയിൽ അവിടെയുള്ള ആ ചെറിയ മ്യൂസിക് ബോക്സ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്തതും പ്രേതം അസഹനീയമായ വേദനയോടെ അലറി പറക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ആ പ്രേതം ഗക്ലിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുകയും ഗക്ലി അൺകോൺഷ്യസ് ആയി താഴെ വീഴുകയും ചെയ്തു. ഇതേ നേരം പെയിൻ ആണെങ്കിൽ ഓർഫണേജിലേക്ക് വന്നുകൊണ്ടിരിക്കെ അതിനിടയിൽ വാഹനത്തിന് ചെറുതായി എന്തോ സംഭവിച്ച് കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ കാണുകയും അത് കണ്ടപ്പോൾ ഒരു ഷോക്ക്. എന്തെന്നാൽ ആ ഫോട്ടോയിൽ ഉള്ളത് തൻ്റെ സോമു അങ്കിളും പിന്നെ വീച്ച എന്ന ലേഡിയും അവളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയും ഉണ്ട്. അതായത് സോമു അങ്കിൾ വീച്ചയുടെ ഹസ്ബൻഡാണെന്ന് മനസ്സിലായി. എന്നാൽ സോമു അങ്കിൾ ഇവനോട് പറഞ്ഞത് ആ 7 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഓർഫണേജിൽ ജോലിക്കായി വന്നത് എന്നാണ്. അതെല്ലാം കള്ളമായിരുന്നു. സോമു അങ്കിളിനും ഒരു മകൾ ഉണ്ടായിരുന്നു, ആ മകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പൈൻ ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ അങ്കിൾ ഓടി വന്ന് പൈനിന്റെ തലക്ക് അടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പൈൻ അങ്കിളിനെ തള്ളി മാറ്റി. അത് ശരി, എല്ലാറ്റിനും കാരണം നീയാണല്ലേ സോമു മാമ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് പായനിൻ്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്ത്. ഇതേ നേരം കൂടാരത്തിൽ മയങ്ങി വീണിട്ടുള്ള ഗക്ലിക്ക് ബോധം വരികയും നോക്കുമ്പോൾ അവിടെ ഡാലിനെയും നിക്കയെയും കാണുകയാണ്. എന്നാൽ അവർ 2 പേരുടെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേതത്തിൻ്റെ ശാപം അവർക്ക് 2 പേർക്കും ഏറ്റിട്ടുണ്ട്. അന്നേരം പെട്ടെന്ന് പ്രേതം അവിടെ വന്ന് ഗക്ലിയുടെ കഴുത്ത് പിടിച്ച് എനിക്ക് മറ്റുള്ളവരുടെ കണ്ണിനേക്കാളും നല്ലത് നിന്റെ കണ്ണാണ്, അവരുടെ കണ്ണ് എനിക്ക് വേണ്ട, നിന്റെ കണ്ണ് എനിക്ക് മതി, നല്ല അട്രാക്ഷൻ ഉണ്ട്, നല്ല പവർഫുൾ ആണെന്ന് തോന്നുന്നു, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അന്നേരം ഗക്ലി പറയുന്നു, ഏയ് ടീച്ചറെ, നടന്ന എല്ലാ കാര്യവും എനിക്കറിയാം, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നിത എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. അന്നേരം കണ്ണ് കാണാത്ത ടീച്ചറിൻ്റെ പ്രേതത്തിന് ഒരു വെളിച്ചം പോലെ അവളുടെ മനസ്സിലേക്ക് മുന്നിൽ എല്ലാം തെളിയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ 7 അനാഥ കുട്ടികളെ കൊന്നത് റിയ ടീച്ചർ ആയിരുന്നില്ല, കൂടെയുണ്ടായിരുന്ന വീച്ച എന്ന ലേഡിയാണ്. അത് കണ്ട സോമു അങ്കിൾ വീച്ചയെ പിടിച്ചു നിർത്തി, എടി കാട്ടുബകിടത്തി, നീ എന്തിനാടി നമ്മുടെ മകളെ കൊന്നത്, ബാക്കിയുള്ള കുട്ടികളെയും കൊന്നത് എന്തിനാ, നിനക്കെന്താ നട്ടപ്പിരാന്താണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവൾ പറയുന്നത്, നീ എന്നെ നല്ലോണം നോക്കാം എന്ന് പറഞ്ഞല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് നമ്മളെ നോക്കാതെ എന്നെയും മകളെയും ഈ ഓർഫണേജിൽ വിട്ടിട്ട് നിങ്ങൾ പോയില്ലേ, അതിനാൽ നിങ്ങൾക്ക് എൻ്റെ മകളിൽ ഒരു അവകാശവുമില്ല, അവളെ ഞാൻ അടിക്കും കടിക്കും വേണമെങ്കിൽ കൊല്ലും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് നീ നമ്മുടെ കുട്ടിയെ മാത്രമല്ല ഇവിടെയുള്ള ഒന്നും അറിയാത്ത 6 കുട്ടികളെ കൂടി കൊന്നില്ലേ, അതെന്തിനാടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊല്ലും, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എല്ലാവരെയും കൊല്ലും എന്ന് സൈക്കോയെ പോലെ പറയുകയാണ്. അങ്ങനെ ഈ ഒരു പിടിയും വലിയും നടക്കുന്ന സമയത്താണ് കണ്ണ് കാണാത്ത റിയ ടീച്ചർ അതുവഴി കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് സോമു അങ്കിൾ, എടി ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടാം, എന്നാൽ ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും, എൻ്റെ മകളെ കൊന്നതിന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പായി ഓടിപ്പോവുകയായിരുന്നു. അതേപോലെ വീച്ചയും അവിടുന്ന് എസ്കേപ്പായി പോവുകയും ചെയ്തു. അന്നേരം റിയ ടീച്ചർ ആ റൂമിൽ എത്തിയപ്പോൾ അവിടെ ആ കുട്ടികളെ കൊന്ന രക്തം പുരണ്ട കത്തി കിട്ടുന്നതും അതെടുത്ത് അതിൽ രക്തത്തിന്റെ മണം അടിച്ചപ്പോൾ ആണ് ഇവിടെ എന്തോ അപകടം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ വീച്ചയും നിത എന്ന പെൺകുട്ടിയും നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീച്ച ഒന്നും അറിയാത്തവളെ പോലെ എല്ലാം നാട്ടുകാരോട് റിയ ടീച്ചറാണ് 7 അനാഥ കുട്ടികളെയും കൊന്നത് എന്ന് പറഞ്ഞ് പരത്തി ഒടുവിൽ നാട്ടുകാർ ടീച്ചറെ പിടികൂടി തീ കൊളുത്തി കത്തിച്ച് കിണറ്റിൽ ഇട്ടത്. അങ്ങനെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ റിയ ടീച്ചറുടെ പ്രേതം സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഇതേ നേരം മറ്റൊരു വശത്ത് സോമു അങ്കിൾ ആണെങ്കിൽ, നിനക്ക് എല്ലാ കാര്യവും ഇപ്പോൾ മനസ്സിലായി അല്ലേ, ഇനി നീ ജീവിച്ചിരുന്നാൽ എനിക്ക് ആപത്താണ്, നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊന്ന് കാലാപുരിക്ക് അയക്കും എന്ന് പറഞ്ഞ് കോടാലിയെടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് റിയ ടീച്ചറുടെ പ്രേതം വന്ന് അങ്കിളിൻ്റെ കഴുത്ത് പിടിച്ച്, എടാ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഈ ഒരു അവസരത്തിനു വേണ്ടിയാണ്, എനിക്ക് എല്ലാം മനസ്സിലായി, എല്ലാം അറിഞ്ഞിട്ടും എല്ലാം എൻ്റെ തലയിൽ ഇട്ടു അല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, ഇനി നീ എൻ്റെ പേര് പറ, എൻ്റെ പേര് റിയ എന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കഴുത്ത് ഞെരിഞ്ഞമരുന്ന വേദനയിൽ വേറെ വഴിയില്ലാത്തതിനാൽ സോമു അങ്കിൾ നിന്റെ പേര് റിയ എന്ന് പറഞ്ഞതും പിന്നെ ഒന്നും നോക്കിയില്ല, പ്രേതം സോമു അങ്കിളിനെ കിണറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അത് കണ്ട് പൈൻ ആ കിണറ്റിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് നിന്നെങ്കിലും അങ്കിളിൻ്റെ പൊടി പോലും കണ്ടില്ല. അങ്കിളിനെ പ്രേതം തട്ടിക്കാണും.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൈനും ഡാലിനും കുട്ടികളെയും കൂട്ടി ഇനി ഈ പ്രേതത്തിൻ്റെ ഓർഫണേജിൽ നിൽക്കുന്നത് വേണ്ട എന്ന് തീരുമാനിച്ച് എല്ലാവരെയും കൂട്ടി അവിടുന്ന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അന്നേരം ഗക്ലിയാണെങ്കിൽ ആ ചെറിയ മ്യൂസിക് ബോക്സ് എടുത്ത് വന്ന് ബലൂൺ അതിൽ കെട്ടി ആ കിണറ്റിൻ്റെ മുകളിൽ വച്ച് അവർ അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.